നമസ്കാരം, മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. ഒരു കാലത്ത് മലയാള സിനിമാ ലോകത്ത് പകരം വെക്കാനില്ലാത്ത താരങ്ങളിൽ ഒരാളായിരുന്നു രേവതി. മുൻനിര നായകന്മാരുടെ എല്ലാം നായികയായി എത്തിയ താരം ഇപ്പോഴും സിനിമയിൽ സജീവമാണ്. ഒരുപിടി മറക്കാനാകാത്ത കഥാപാത്രങ്ങളായിരുന്നു രേവതി മലയാള സിനിമയ്ക്ക് സമ്മാനിച്ചത്. തമിഴ് സിനിമകളിലെ ഏറ്റവും മൂല്യമുള്ള നായികയായിരുന്നു അക്കാലത്ത് രേവതി. മലയാളത്തിലും സിനിമകൾ തെരഞ്ഞെടുക്കുന്നതിൽ രേവതി ശ്രദ്ധ കാണിച്ചു. കിലുക്കം, കാക്കോത്തിക്കാവിലെ അപ്പൂപ്പൻ താടികൾ, ദേവാസുരം തുടങ്ങിയ സിനിമകളിൽ അവിസ്മരണീയ പ്രകടനമാണ് രേവതി കാഴ്ചവെച്ചത്. ഇതിൽ കിലുക്കത്തിലെ കഥാപാത്രം രേവതി അവതരിപ്പിച്ചതുപോലെ മറ്റാർക്കും അഭിനയിച്ചു ഫലിപ്പിക്കാനാവില്ല എന്ന് ഓരോരുത്തരെയും ബോധ്യപ്പെടുത്തും വിധം കഥാപാത്രത്തിന് തനത് വ്യക്തിത്വവും വ്യാഖ്യാനവും നൽകിയ അസാധ്യ നടിയാണ് രേവതി. 80കളിൽ തമിഴകത്ത് ഏറ്റവും തിരക്കേറിയ നടിമാരിൽ ഒരാളായിരുന്നു രേവതി. അഭിനയ പ്രാധാന്യമുള്ള സിനിമകൾ മാത്രം തെരഞ്ഞെടുത്ത രേവതിക്ക് ശ്രദ്ധേയമായ നിരവധി കഥാപാത്രങ്ങൾ അവതരിപ്പിക്കാൻ കഴിഞ്ഞു. കരിയറിലെ ഒരു ഘട്ടത്തിൽ സംവിധാനത്തിലേക്കും രേവതി കടന്നു. നിരൂപക പ്രശംസയും പുരസ്കാരങ്ങളും നേടിയ ഒരുപിടി സിനിമകൾ രേവതി സംവിധാനം ചെയ്തു. അതേസമയം മമ്മൂട്ടിയും മോഹൻലാലും പ്രധാന വേഷങ്ങളിൽ എത്തുന്ന മഹേഷ് നാരായണൻ ത്രില്ലർ ചിത്രമാണ് പാട്രിയറ്റ്. ഏപ്രിൽ 23-നാണ് ചിത്രത്തിന്റെ റിലീസ്. ചിത്രത്തിന്റെ ഇതിനകം പുറത്തെത്തിയ പബ്ലിസിറ്റി മെറ്റീരിയൽസുകൾക്കെല്ലാം വലിയ പ്രതികരണമാണ് പ്രേക്ഷകരിൽ നിന്നും ലഭിച്ചത്. ചിത്രത്തിന്റെ വമ്പൻ താരനിരയിൽ ഒരാൾ രേവതിയാണ്. ഇപ്പോഴിതാ ചിത്രത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് പ്രതികരിച്ചിരിക്കുകയാണ് രേവതി. താൻ കൂടി അഭിനയിച്ചിട്ടുള്ള അസി എന്ന ഹിന്ദി ചിത്രത്തിന്റെ കൊച്ചിയിൽ നടന്ന കേരള ട്രെയിലർ ലോഞ്ചിൽ എത്തിയപ്പോഴായിരുന്നു താരത്തിന്റെ പ്രതികരണം. പാട്രിയറ്റ് കാണാൻ വേണ്ടി ഞാനും കാത്തിരിക്കുകയാണ്. നല്ല താരനിരയാണ്. പിന്നെ ഗംഭീര സംവിധായകനല്ലേ മഹേഷ് നാരായണൻ. സിനിമയെക്കുറിച്ച് എനിക്ക് ഒന്നും പറയാൻ പറ്റില്ല. കാരണം ഞാൻ ചെയ്തത് അതിൽ 2 സീനുകളാണ്, പ്രധാന സീനുകളാണ്. അത് പറഞ്ഞാൽ സിനിമയുടെ കഥ തന്നെ പറഞ്ഞതുപോലെയായി. അതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ പറയാൻ പറ്റില്ല എന്നും മഹേഷ് നാരായണന്റെ അനുമതി ഇല്ലാതെ പറയാൻ സാധിക്കില്ല എന്നുമാണ് രേവതി പറഞ്ഞത്. ചിത്രത്തിൽ മാസ് മൊമെന്റുകൾ ഉണ്ടാകുമോ എന്ന ചോദ്യത്തിന് മാസ് മൊമെന്റുകൾ എന്താണെന്ന് തനിക്ക് അറിയില്ല എന്ന് മറുപടി. സിനിമയുടെ കാസ്റ്റിംഗ് വളരെ നല്ലതാണ്. ഒപ്പം അവരുടെ പ്രകടനങ്ങളും മഹേഷ് നാരായണന്റെ സംവിധാനവും അദ്ദേഹം കഥ പറയുന്ന രീതിയും എനിക്ക് വളരെ ഇഷ്ടമാണ്. സിനിമ കാണാനായുള്ള കാത്തിരിപ്പിലാണ് ഞാനും. ജീവിതത്തിന് നല്ല ഒരു അടിത്തറ വേണമല്ലോ. പാട്രിയറ്റിൽ എൻ്റെ സീനാണ് അടിത്തറ. സിനിമയുടെ കാര്യത്തിൽ എനിക്ക് വലിയ ആവേശമുണ്ടെന്നും രേവതി പറഞ്ഞു. ചിത്രത്തിൽ മോഹൻലാലുമായി കോമ്പിനേഷൻ ഉണ്ടോ എന്ന ചോദ്യത്തിന് ഇല്ല എന്നായിരുന്നു രേവതിയുടെ പ്രതികരണം. താൻ അഭിനയിച്ച ചിത്രങ്ങളിൽ തിയേറ്ററുകളിൽ റിലീസ് ചെയ്ത് കാണാൻ ആഗ്രഹിക്കുന്ന ചിത്രങ്ങൾ ഏതൊക്കെയെന്ന ചോദ്യത്തിന് കാക്കോത്തിക്കാവിലെ അപ്പൂപ്പൻ താടികളും കിലുക്കവും എന്നായിരുന്നു രേവതിയുടെ പ്രതികരണം. അതേസമയം അനുഭവ് സിൻഹ സംവിധാനം ചെയ്ത ചിത്രമാണ് അസി. തപ്സി പന്നു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ചിത്രത്തിൽ രേവതിക്കൊപ്പം കനി കുസൃതി, മനോജ് പഹ്വ, കുമുദ് മിശ്ര, മുഹമ്മദ് സീഷാൻ അയൂബ്, നസറുദ്ദീൻ ഷാ, സുപ്രിയ പഥക്, സീമ പഹ്വ എന്നിവരാണ് മറ്റു താരങ്ങൾ. അതേസമയം കരിയറിനൊപ്പം രേവതിയുടെ വ്യക്തി ജീവിതവും പലപ്പോഴും ചർച്ചയായിട്ടുണ്ട്. അതേസമയം അനുഭവ് സിൻഹ സംവിധാനം ചെയ്ത ചിത്രമാണ് അസി. തപ്സി പന്നു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ചിത്രത്തിൽ രേവതിക്കൊപ്പം കനി കുസൃതി, മനോജ് പഹ്വ, കുമുദ് മിശ്ര, മുഹമ്മദ് സീഷാൻ അയൂബ്, നസറുദ്ദീൻ ഷാ, സുപ്രിയ പഥക്, സീമ പഹ്വ എന്നിവരാണ് മറ്റു താരങ്ങൾ. അതേസമയം കരിയറിനൊപ്പം രേവതിയുടെ വ്യക്തി ജീവിതവും പലപ്പോഴും ചർച്ചയായിട്ടുണ്ട്. സിനിമയിൽ തിളങ്ങി നിന്ന സമയത്തായിരുന്നു രേവതിയുടെ വിവാഹം നടന്നത്. സിനിമാറ്റോഗ്രാഫറും സംവിധായകനുമായ സുരേഷ് ചന്ദ്ര മേനോനായിരുന്നു രേവതി വിവാഹം കഴിച്ചത്. പ്രണയവിവാഹമായിരുന്നു. എന്നാൽ ഈ ദാമ്പത്യ ജീവിതത്തിന് ആയുസ് കുറവായിരുന്നു. രേവതിയും സുരേഷ് ചന്ദ്ര മേനോനും 2013 നിയമപരമായി പിരിഞ്ഞു. ഒരുമിച്ച് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് തിരിച്ചറിഞ്ഞതോടെയാണ് 27 വർഷം നീണ്ട ദാമ്പത്യ ജീവിതം ഇവർ അവസാനിപ്പിച്ചത്. വേർപിരിയലിനു ശേഷവും ഇവർ നല്ല സുഹൃത്തുക്കളായി തുടരുകയാണ്. മകളും അച്ഛനും അമ്മയുമാണ് രേവതിയുടെ ലോകം. ഏറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷമാണ് IVF-ലൂടെ രേവതി പെൺകുഞ്ഞിന് ജന്മം നൽകുന്നത്. മകളെ ലൈംലൈറ്റിൽ നിന്നും മാറ്റി നിർത്താൻ രേവതി ശ്രദ്ധിക്കുന്നുണ്ട്. മുൻപൊരു അഭിമുഖത്തിൽ വിവാഹമോചനത്തെക്കുറിച്ച് രേവതി പറഞ്ഞ വാക്കുകളും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുകയാണ്. വിവാഹ സമയത്ത് 20 വയസ്സായിരുന്നു. ഒരുപാട് ഇഷ്ടപ്പെട്ട ആളെയാണ് കല്യാണം കഴിച്ചത്. അമ്മയും അച്ഛനും ഓക്കെ പറഞ്ഞു. അവർ ഓക്കെ പറഞ്ഞില്ല എങ്കിൽ ഞാൻ കാത്തിരുന്നേനെ. എൻ്റെ കുടുംബം ഞാൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അംഗീകരിക്കണം എന്നുണ്ടായിരുന്നു. എൻ്റെ അമ്മയെയും അച്ഛനെയും വേദനിപ്പിച്ച് ഞാൻ ജീവിക്കില്ല, അത് തീർച്ചയാണ്. അങ്ങനെ ഞാനും സുരേഷും വിവാഹം ചെയ്തു. ഞങ്ങൾക്ക് നല്ല ജീവിതമായിരുന്നു. ഞങ്ങൾ കുറെ കൂടി നല്ല സുഹൃത്തുക്കളാണ്. പക്ഷെ എവിടെയോ ഒരു ഭർത്താവും ഭാര്യയുമായി ജീവിക്കാൻ പറ്റില്ല എന്ന് ഞങ്ങൾക്ക് തോന്നി.
തോന്നി. ഞങ്ങൾ രണ്ടുപേരും ആദ്യം സുരേഷിന്റെ അമ്മയോട് പറഞ്ഞു, എൻ്റെ കുടുംബത്തിലും പറഞ്ഞു. എന്താണ് കാരണമെന്ന് ചോദിച്ചപ്പോൾ ഞങ്ങളുടെ കാരണങ്ങൾ ഞങ്ങൾ പറഞ്ഞു. ഒന്നുകൂടി ശ്രമിച്ചു നോക്കെന്ന് അവരും പറഞ്ഞു. 3-4 വർഷം കൂടി നോക്കി, പക്ഷേ വർക്കായില്ല. സൗഹൃദത്തിൽ നിന്ന് ദേഷ്യത്തിലേക്ക് മാറുന്നതിന് മുൻപ് പിരിയുന്നതാണ് നല്ലതെന്ന് മനസ്സിലാക്കി. വിവാഹം എന്ന് പറയുന്നത് വേറെയാണ്, സൗഹൃദം എന്നത് വേറെയാണ്. നമ്മൾക്ക് നമ്മളോട് സത്യസന്ധത കാണിക്കാമെന്ന് തോന്നി, അങ്ങനെയാണ് പിരിഞ്ഞത്. ഇപ്പോഴും കാണുകയും സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കുറെ കൂടി ഹാപ്പിയാണ്. വിവാഹം എന്ന് പറയുന്നത് വിട്ടുകൊടുക്കലും കോംപ്രമൈസുകളും എല്ലാം ഉള്ളതാണ്. അത് വേണം, കാരണം നമ്മൾ രണ്ടുപേരും ഒരു വീട്ടിൽ അല്ലേ താമസിക്കുന്നത്. ഞങ്ങൾക്ക് വേറെ ഉത്തരവാദിത്തങ്ങൾ ഇല്ലായിരുന്നു, കുട്ടികളില്ല. നമുക്ക് നമ്മുടെ ജീവിതം സന്തോഷകരമായി ജീവിക്കാൻ പിരിയുന്നതാണ് നല്ലതെങ്കിൽ കുഴപ്പമില്ല എന്ന് തോന്നി. 5 കൊല്ലം കഴിഞ്ഞ് പിന്നെയും വീണ്ടും തിരിച്ചു വരണോ എന്ന് സംസാരിച്ചു. വേണ്ട എന്ന് ഞങ്ങൾ തീരുമാനിക്കുകയായിരുന്നു എന്നും രേവതി വ്യക്തമാക്കി. വിവാഹമോചനം നേടി വർഷങ്ങൾ പിന്നിട്ട ശേഷം IVF വഴി രേവതി ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകി. 2018 തനിക്കൊരു കുഞ്ഞുണ്ടെന്ന കാര്യം രേവതി തുറന്നു പറഞ്ഞത്. അതേസമയം 3 ദേശീയ പുരസ്കാരവും 7 ഫിലിംഫെയർ അവാർഡും ലഭിച്ച രേവതിക്ക് സംസ്ഥാന ചലച്ചിത്ര അവാർഡും ലഭിച്ചിട്ടുണ്ട്. പുരസ്കാരങ്ങൾ മികവിന്റെ മാനദണ്ഡങ്ങളല്ലാതായി മാറിയ ഒരു കാലത്ത് രേവതി അവതരിപ്പിച്ച കഥാപാത്രങ്ങളും ജനകോടികളുടെ മനസ്സിൽ നേടിയ സ്ഥാനവും തന്നെയാണ് അവർക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ അംഗീകാരം. ഇന്ത്യൻ സിനിമയിലെ അതിപ്രതിഭാശാലികളായ ചലച്ചിത്രകാരന്മാരുടെ സിനിമകളിൽ നിർണായക വേഷങ്ങൾ അവതരിപ്പിക്കാൻ രേവതിക്ക് അവസരം ലഭിച്ചു. അനവധി സാമൂഹ്യ സംഘടനകളിൽ അംഗമായ രേവതി ഒട്ടേറെ ഫിലിം ഫെസ്റ്റിവലുകളിൽ ജൂറി അംഗമായും പ്രവർത്തിച്ചിട്ടുണ്ട്. അമ്മ എന്ന മാതൃസംഘടനയിൽ നിന്ന് വേർപിരിഞ്ഞു പോയ ശേഷം മലയാളത്തിലെ വനിതാ ചലച്ചിത്ര പ്രവർത്തകരുടെ കൂട്ടായ്മയായ WCC രൂപീകരിച്ചപ്പോൾ അതിന്റെ നേതൃതലത്തിൽ അത്യന്തം രേവതിയും ഉണ്ടായിരുന്നു. മലയാള സിനിമയിലെ അനഭിലഷണീയമായ പ്രവണതകളെക്കുറിച്ച് അവർ പല വേദികളിലും ശക്തിയുക്തം തുറന്നു പറഞ്ഞു. എന്നാൽ വിവാദങ്ങളുടെയോ ഏറ്റുമുട്ടലുകളുടെയോ വഴിയിൽ വിശ്വസിക്കുന്ന വ്യക്തി ആയിരുന്നില്ല രേവതി. അവർ സിനിമ എന്ന കലാരൂപത്തോടുള്ള തന്റെ പ്രതിബദ്ധതയിൽ എന്നും വിശ്വസിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ വിഭാഗീയതകൾക്കപ്പുറം എല്ലാവരും ആദരിക്കുന്ന അഭിനേത്രിയും ചലച്ചിത്രകാരിയുമായി രേവതി ഇന്നും നിലനിൽക്കുന്നു. ബോളിവുഡ് ചിത്രമായ സ്റ്റോറി ടെല്ലർ, മഹേഷ് നാരായണന്റെ മമ്മൂട്ടി മോഹൻലാൽ ചിത്രമായ പാട്രിയറ്റിലും ശ്രദ്ധേയമായ കഥാപാത്രത്തെ രേവതി അവതരിപ്പിക്കുന്നുണ്ട്. You're watching me on metromatney.com. metromatney.com. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.